ഗണപതയേ നമഃ. യാ ദേവീ സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ എപ്പിസോഡ് തുടങ്ങുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കേണ്ടവർ ഡേറ്റും സമയവും എടുത്തു വെച്ച് കൃത്യമായിട്ട് ഇവിടെ ഈ നമ്പറിലല്ലാതെ സ്ക്രോള് നോക്കി വിളിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാസം കർക്കിടകമാണ്. കർക്കിടകത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ദേവിക്കും ഗണപതിക്കും ഒക്കെ പ്രാധാന്യമുള്ള മാസമാണ്. ഒപ്പം പിതൃക്കൾക്കും. കർക്കിടകവാവ് ഏറ്റവും പരമപ്രധാനമായിട്ട് വാവുകൾ 4 കർത്തവാവുകൾ പ്രധാനമാണെങ്കിലും അതിൽ കർക്കിടകവാവ് ഏറ്റവും പിതൃക്കളുടെ പ്രാധാന്യമുള്ള ദിവസമായിട്ട് പറയപ്പെടുന്നു. ശരിക്കും ഈ കർക്കിടകം വാവ് വരെ ഈ മരിച്ചവരെ സ്വപ്നം കാണുന്ന പരിപാടിയും നടക്കും. നിങ്ങളിൽ പലർക്കും അത് കാണുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല. കർക്കിടക മാസത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമായിട്ടാണ് എനിക്കൊക്കെ അത് അനുഭവപ്പെടാറ്. മരിച്ച നമ്മളെ പ്രിയപ്പെട്ടവരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് 2-3 ദിവസവും കൂടി ഉണ്ടാവും. ഒരുവിധ ആളൊക്കെ വന്നു പോയി, വേണ്ടപ്പെട്ടവർ. ചില വേണ്ടാതെ ആളുകളും വരും, അത് വേറെ കാര്യം. സ്വപ്നമല്ലേ, അത് ഇതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും മറ്റൊന്നുള്ളത്, ഈ ഗണപതിയുടെ ഹോമം ഈ മാസം നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറയപ്പെടുന്നു. പിന്നെ ഒന്നുള്ളത് ഭഗവതി സേവയാണ്. അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തികം നോക്കിയിട്ട് ചെയ്യുക. ഇപ്പം പണമില്ലാത്തവർക്ക് ഭഗവതി സേവയും ഗണപതി ഹോമെല്ലാം നടത്തണം എന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊടുക്കാനില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്പലത്തിലെങ്കിലും പോയി ചെയ്യുക. ഒരു കോളുണ്ട്, അതിനുശേഷം ഇതിലേക്ക് വരാം. ഹലോ. എവിടെ നിന്നാണ് വിളിക്കാം? 5:30. ഡേറ്റ് പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 2004 ജനുവരി 7 ഉച്ചക്ക് 1:44. ഉച്ചക്ക് 1:44. ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ അത് പറയൂ. പെൺകുട്ടി. ആരാണ്? നിങ്ങളുടെ ആരാണ്? മോളതാ. എന്താണ് മോളെ കൊണ്ട്? ബിടെക്കിന് പഠിക്കുന്നുണ്ട്. എല്ലാം പൊതുവായിട്ട് അറിയാനാ. ബിടെക് പഠിക്കുന്നുണ്ട്. ജോലി കിട്ടുമെന്ന്. ജോലിയൊക്കെ കിട്ടുമല്ലോ, അതിനെന്തും ഇവിടെ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. എവിടെയാ, ഏത് കോഴ്സാണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസ്. എവിടെയാണ് പഠിക്കുന്നത്? കൊല്ലം. ശരി, ഓക്കെ. അമൃതാനന്ദമയി കോളേജ്. ഓക്കെ. നന്നായിരിക്കട്ടെ. അതുകൊണ്ടെന്താ, നല്ല കാര്യം തന്നെ. ഇവിടെ ജോലിയൊക്കെ കിട്ടുന്ന ജാതകം തന്നെയാണ്. ഇപ്പം നടക്കുന്നത് ശനിയിൽ ബുധൻ്റെ അപഹാരമാണ്. അത് 2000 ശനിദശയിൽ ബുധൻ്റെ അപഹാരം. ഇനി ശുക്രന്റെ അപഹാരത്തിലാണ് നല്ല ജോലി കിട്ടുക. ശുക്രൻ 28-ന് ശേഷമായിരിക്കും നല്ല ജോലി കിട്ടുക. 2028-ന് ശേഷം. ക്യാമ്പസ് സെലക്ഷൻ നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പം കിട്ടും. പക്ഷെ നല്ല ജോലി 28 മുതലാണ് കിട്ടുക.
അതല്ല ഓള് പഠിക്കാനെല്ലാം വിഷമം, എല്ലാത്തിനും പാസ്സായിരുന്നു, പക്ഷെ എല്ലാം പഠിക്കാനെല്ലാം വിഷമം. എപ്പോ അങ്ങനെ പറയാം, പഠിക്കാനെല്ലാം വിഷമം. അത് ശനിദശയിൽ പൊതുവെ അങ്ങനെയല്ലേ, ഒരു ഇതുണ്ടാവുമല്ലോ. ഒന്നാമതൊരു ലേസി സ്വഭാവം ഉണ്ടാവും, മടി പിടിച്ചിരിക്കുക, വേണ്ടത്ര ഉത്തരവാദിത്തം കാണിക്കാതിരിക്കുക. പിന്നെ ഇവിടെ ചന്ദ്രന് ശനി യോഗം ചെയ്ത ജാതകമാണിത്. അപ്പോൾ ചന്ദ്രനും ശനി യോഗം ചെയ്താൽ ഈ പരീക്ഷയൊക്കെ വരുമ്പോൾ ഇവർക്ക് ടെൻഷനാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം വ്യാഴദശ കഴിഞ്ഞതിന് ശേഷം 18 വയസ്സിന് ശേഷമാണ്, 18 വയസ്സിന് ശേഷമാണ്, അതിനുശേഷമാണല്ലോ ഈ ഇതിന് പോയത്, എഞ്ചിനീയറിങ്ങിന് പോയത്. അപ്പോൾ അന്നേരമാണ് ഈ ശനിദശ തുടങ്ങിയതും. അപ്പോൾ അത് ശനിദശ കൊടുക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാവും. ഏതായാലും അതിൻ്റെ കടുത്ത ദോഷം കഴിഞ്ഞു, ഒരു കൊല്ലമായിട്ട്. ഇപ്പം കുറച്ച് സമാധാനമുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ അവൾക്ക് ജോലിയൊക്കെ കിട്ടിക്കൊള്ളൂ, അതൊന്നും പേടിക്കണ്ടെന്ന് പറയൂ. കല്യാണമൊക്കെ ശുക്രാപഹാരത്തിലാണ് കാണുന്നത്. 24 വയസ്സിന് ശേഷം. അതൊക്കെ നടന്നുകൊള്ളും, അതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല ഈശ്വരാനുഗ്രഹമുള്ള ജാതകമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഭഗവതിയെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചിട്ടും നമ്മൾ ജ്യേഷ്ഠ വരാതിരിക്കാൻ വീടും പരിസരവും വൃത്തിയാക്കി വെക്കണമെന്നും പറയുന്നുണ്ട്. കർക്കിടകത്തിൽ അങ്ങനെ പ്രത്യേകത പറയുന്നുണ്ട്. അതൊക്കെ ആർക്കും ചെയ്യാനാവുന്ന കാര്യമേ ഉള്ളൂ. ഞാനീ പറഞ്ഞതുപോലെ ഭഗവതി സേവയും ഗണപതിയും ഒക്കെ അതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ധനത്തിൻ്റെ ചിലവുണ്ടാവും. ഇത് ഈ വീട് വൃത്തിയാക്കുന്നതിന് അതൊന്നും ബാധകമല്ലല്ലോ. പ്രത്യേകിച്ചും വീടിൻ്റെ പുറകുവശവും മറ്റൊക്കെ, ഫ്രണ്ടും പുറകും, പ്രത്യേകിച്ച് കന്യമൂല, അവിടെയൊക്കെ ഈ കുറേ ചപ്പു ചവറുകളും അതേപോലെ വേണ്ടാ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്തു മാറ്റുന്നതൊക്കെ വളരെ നല്ലതാണ്. അതൊക്കെ ഐശ്വര്യത്തിന് കാരണമായിട്ട് പറയുന്നു. പണ്ടൊരു വീട്ടിൽ എന്നെ അവർ ക്ഷണിച്ചിട്ട് ഞാൻ ആ വീട്ടിൽ പോയി. ആ കഥ പറയാം. ഒരു കോളുണ്ട്. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? കൊറ്റാളി. ആ പറഞ്ഞോളൂ. അറിയാൻ വേണ്ടിട്ടാണ്. ആ ശരി, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 24/11/1995. സമയം 12:42 AM. 11:42 AM. 12:42 AM. ഓ, രാത്രി. തൃക്കേട്ട നക്ഷത്രം. എന്താണ് മകനെ കുറിച്ച്? ജോലി സംബന്ധമായിട്ട് അറിയാനാ. എവിടെയാണ് ഉള്ളത് ഇയാള്? മെർച്ചന്റ് നേവിയാണ്. ഇപ്പോ ജനുവരിയിൽ വന്നെയാണ്. 3 മാസം ശരി ദുബായിൽ എടുത്തതിന് ശേഷം ഇപ്പൊ വന്നിട്ടിപ്പോ കുറച്ച് 6 മാസം ആവാനായി. ശരിയാവുന്നുണ്ട് അറിയുന്നു, പക്ഷെ അപ്പോ ആയില്ല. അതെ, ശുക്രദശയിൽ ഇപ്പോൾ ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു തടസ്സം വരും. അതാണ്. പിന്നെ ഈ ഒരു വർഷം ഉദ്ദേശിച്ച പോലെ ആവണമെന്നില്ല. 25 ഒരു നെഗറ്റീവായ വർഷമായിട്ടാണ് ഇയാൾക്ക് കാണുന്നത്. ഇപ്പം അയാൾക്ക് ഇപ്പം ഏതെങ്കിലും കമ്പനി അയാളെ നിലവിൽ വിളിച്ചിട്ടുണ്ടോ? കമ്പനിയിലാണ് പോയത്. അവർക്ക് കുറെ 700 കുറെ സ്ഥലത്ത് കമ്പനി ഉണ്ട്. മനസ്സിലായി. സൗദിയിലാണ് പോകേണ്ടത്. അന്നേരം പിന്നെ യുദ്ധം അതെല്ലാം ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. ആ സമയത്ത് അങ്ങനെ ഒരു തടസ്സം വന്നു. അല്ല, എന്തെങ്കിലും ആയിട്ട് തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇയാൾക്ക്. അത് ഈ വർഷം മൊത്തത്തിലൊരു മോശമായ വർഷമാണ് ഇയാൾക്ക്. ഇയാൾ ശുക്രദശ മഹാദശ ശുക്രൻ്റെ ആയതുകൊണ്ട് എങ്ങനെയാലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കാം.
അത് പക്ഷേ എങ്കിൽ കൂടിയും ഈ സമയം അത്ര അനുകൂലമല്ല ഇയാൾക്ക്. അത് നിങ്ങളൊന്ന് കടലായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുക. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. നിങ്ങളുടെ അടുത്തല്ലേ? അപ്പോൾ അവിടെ പോയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുന്നത് ഇങ്ങനെ ഉള്ള സമയത്തിന് ദോഷത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഗണപതിക്ക് എന്തെങ്കിലും ചെയ്യുക. ഗണപതിയുടെ ക്ഷേത്രം പുതിയ തെരുവിലുണ്ടല്ലോ, അവിടെയൊക്കെ ചെയ്യുക. ഗണപതിയുടെ ആ തടസ്സം മാറാൻ വേണ്ടി ഗണപതിക്ക് ഒറ്റ, ഗണപതി ഹോമം, ഇതൊക്കെ അയാൾ തന്നെ നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറയണം. നിങ്ങൾ പോയിട്ട് കാര്യമില്ല, അയാൾ തന്നെ നേരിട്ട് പോയിട്ട് അഭ്യർത്ഥിച്ചാൽ ചിലപ്പോൾ അത് മാറ്റം ഉണ്ടാവും. പിന്നെ മറ്റ് പരിഹാരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നേരിട്ട് എന്നെ വന്ന് ബന്ധപ്പെടാം. അത് ആ തടസ്സങ്ങൾ മാറ്റാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിലൊക്കെ പറഞ്ഞത് ഈ മാസം വെയിറ്റ് സൗദിയിലേക്ക് മറ്റേവരെല്ലാം ഇപ്പൊ ഒരുമിച്ചുള്ള കുട്ടികളെല്ലാം ഇപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവനോട് സൗദിയിലായോണ്ട് കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞത്. അതെ, നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് ജ്യോതിഷ ഫലങ്ങൾ പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാര്യം, ഞാൻ പറയുന്നത് ജ്യോതിഷ കാര്യം. ജ്യോതിഷപരമായിട്ട് സമയത്തിന് കുഴപ്പമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതിനാണ് ഞാൻ പരിഹാരങ്ങളും പറഞ്ഞത്. അത് നിങ്ങൾ ആലോചിച്ചിട്ട്, അമ്മയും മകനും കൂടി ആലോചിച്ചിട്ട്, ഇനി എന്താണ് ഞാൻ പറഞ്ഞത് ഇനിയും പിന്നെയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പം പറഞ്ഞ കണക്ക് പ്രകാരം 30 ദിവസം കൊണ്ട് പോകണ്ടേ? ആ 30 ദിവസം കൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കൊന്ന് ഓർമ്മിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഞാനെന്തോ കണ്ടിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പോകട്ടെ, ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത്, സമയം പിഴക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ തടസ്സങ്ങൾ നമുക്ക് വരും. അതുകൊണ്ടാണ് നോക്കണം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കണമെന്ന് സ്വന്തം ഭാര്യയോടും പറഞ്ഞു ഞാൻ. ശാരദയെ ഏറെ ശനിയാണ്, അതുകൊണ്ട് മേലത്തെ സ്റ്റെപ്പൊന്നും കയറിയിട്ട് ടെറസിൻ്റെ മുകളിൽ പയറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് കയറണ്ട, ഒരു കാരണവശാലും കയറാൻ പാടില്ല, താക്കീത് പോലെ പറഞ്ഞു. അതുകൊണ്ട് മേലെ കയറിയില്ല. എന്നിട്ടും കോവക്ക വരയ്ക്കുമ്പോൾ കാല് തെറ്റിയിട്ട് ചുമലടിച്ച് ഇപ്പം ഗുരുക്കളെടുത്ത് കൊണ്ട് തടയുകയാണ്. ഏതായാലും കണ്ണിന് വരേണ്ട പുരികത്തിന് തട്ടി അങ്ങ് പോയി. ഇതാണ് ഏറെ ശനി അനുഭവത്തിൽ. അപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പോൾ എല്ലാവരോടും ഇതുപോലെ പറയുന്നത് എങ്ങനെയാണല്ലേ വലിക്കുക. ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഉത്രട്ടാതി രേവതിക്കാർക്ക് ഇപ്പോൾ ഏറെ ശനിയുടെ മൂർധന്യമാണ്. അപ്പോൾ ഈ ചെറിയ മട്ടിലെങ്കിലും അത് അനുഭവിക്കാതെ തരമില്ല. ചെറുങ്ങനെ വന്നങ്ങ് പോയി, ഒന്നുമില്ല. പക്ഷേ മേലെ കയറിയെങ്കിൽ കുറച്ച് കടുപ്പമാകുമായിരുന്നു. അപ്പോൾ എൻ്റെ കർശനമായ താക്കീത് കൊണ്ട് മേലെ കയറാൻ പാടില്ല എന്ന് ഞാൻ വിലക്കിയത് കൊണ്ട് അതനുസരിച്ചു. അതാണ് ഈ ജ്യോതിഷം കുറച്ച് മുൻകൂട്ടി നോക്കുന്നതും അറിയുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇത് ഏതൊരാളെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും അനുഭവിക്കാതെ പറ്റില്ല. ഒന്നുമില്ല, കാര്യം വിഷമൊന്നുമില്ല, സ്കൂളിലും പോകുന്നുണ്ട്. പക്ഷേ ഗുരുക്കളടുത്ത് പോയിട്ട് ഇപ്പോൾ തടയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചുമല് വശം ഇങ്ങനെ ഒന്ന് അടിച്ചു പോയി, അത് തടകി 7 ദിവസമായി, വേദന കുറഞ്ഞു. അപ്പോൾ അത് അനുഭവത്തിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ആയിരക്കണക്കിന് ആളുടെ കാര്യം ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ ഈ വർത്തമാനം പറയുന്നതൊക്കെ അങ്ങനെയാണ്. ഇത് സംഭവമുള്ളത് തന്നെയാണ്. അതിന് എങ്ങനെയെങ്കിലും അത് വന്നു ചേരും. പിന്നെ ഇത് മുൻകൂട്ടി അറിഞ്ഞാൽ അതിൻ്റെ ആഘാതം കുറക്കാൻ പറ്റും. അതാണ് ജ്യോതിഷം നോക്കാത്തവർ അവരൊക്കെ കുറച്ച് കുഴപ്പമുണ്ട് എന്ന് ഞാൻ പറയുന്നത്. സംഗതി പൊട്ടശാസ്ത്രം എന്നൊക്കെ പലരും പറയും. സ്യൂഡോ സയൻസാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ 2025 AI കാലത്ത് ഇതൊക്കെ ആരെങ്കിലും നോക്കുമോ, ഇങ്ങനെയൊക്കെ പറയാൻ ആളുണ്ടാവും. പക്ഷേ
നോക്കുന്നവൻ അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു ഇപ്പം പറഞ്ഞ് അവർ പറയുന്നു യുദ്ധത്തിൻ്റെ കാരണത്താലാണ് ഒരു തടസ്സം വന്നത്, ഇനിയിപ്പം വേറെയും തടസ്സം വരാൻ പോകുന്നു. അന്നേരമാണ് ഇന്ദുലാൽ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലാവുക. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഈ തടസ്സങ്ങൾ 2-3 തരത്തിലാണ് ഞങ്ങൾ കണക്ക് കൂട്ടുക. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ആ തടസ്സങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് സംഭവിക്കും. അതാണ് അതിൻ്റെ പരമാർത്ഥം. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പയ്യന്നൂരിന്നാ വിളിക്കുന്നത്. പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. 28/5/96. 28/5/96 രാത്രി 2 മണിക്ക്. ഉത്തരം നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? ഇപ്പൊ കല്യാണത്തിന്റെ എല്ലാം പ്രായമായില്ല. ഇപ്പൊ നോക്കിയാലൊരു ശരിയാവോ? കല്യാണം 29 വയസ്സായില്ല. ആണാണോ പെണ്ണാണോ? ആണാണ്. മോനാണ്. ജിതു. പേരൊന്നും വേണ്ട. ആണാണ്. ശരി. ഓക്കെ. ഇപ്പം ശുക്രദശയാണ്. ഇപ്പം തന്നെയാണ് ഈ 30-ാം തീയതിയാണ് സമയം തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പം വേഗത്തിൽ നോക്കുക. പക്ഷേ വിവാഹ സംബന്ധമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. രാഹുദശയാണ് നടക്കുന്നത്. ജോലി നല്ല ജോലിയാണോ? ജോലി ഇപ്പം തൽക്കാലം ഷോപ്പിക്സില് ആണ് പോകുന്നത്. എവിടെ? ഷോപ്പിക്സില് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നു. ശരി. ഓക്കെ. അല്ല, അത് ഒരു നല്ല ജോലി എന്നൊന്നും പറയാനില്ല. ഒരു താൽക്കാലികമായ ജോലിയല്ലേ? പിന്നെ നേവിയിലാണ് ഇത്ര നാളും ജോലി ഉണ്ടായിന്. അതിപ്പം തൽക്കാലം അത് ഏത് മർച്ചന്റ് നേവിയിലോ? എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതാണോ? ആടുന്നത് ഇപ്പം അവിടെ പോവാൻ അതെന്തോ പണിക്കൊരു തടസ്സം വന്നിട്ട് പിന്നെ ഇപ്പൊ ഷോപ്പിസിൽ തൽക്കാലം പോന്നെയാണ്. അതെ. ഇവിടെ രാഹുദശ ആയതുകൊണ്ടും അത് ശനിധിഷ്ഠനായ രാഹു ആയതുകൊണ്ടും ഈ രാഹുദശ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇയാളുടെ പുരോഗതി ഉണ്ടാവുള്ളൂ. അത് 5 കൊല്ലം കഴിയും. 5 കൊല്ലം. അതിനുശേഷം നല്ല ലഗ്നാധിപനായ വ്യാഴത്തിൻ്റെ ദശ ഇയാൾക്ക് ഉദ്ദേശിക്കാത്ത രൂപത്തിൽ വളർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുവരെ ഇങ്ങനെ എന്തൊക്കെയോ തടസ്സങ്ങൾ. അതേപോലെ ഇപ്പോൾ കല്യാണ കാര്യത്തിലും 7-ാം ഭാവത്തിൽ സർപ്പം നിൽക്കുന്നത് കൊണ്ടും ചാരവശാൽ 7-ൽ കണ്ടകശനി നടക്കുന്നതുകൊണ്ടും നന്നായിട്ട് നോക്കി അധ്വാനിച്ചാൽ മാത്രമേ പെണ്ണ് കിട്ടുള്ളൂ. അത് മാത്രമല്ല പരിഹാരങ്ങളും ചെയ്യണം. അത് വളരെ നിർബന്ധമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയാണ് രാഹുവിൻ്റെ പൊസിഷൻ ഉള്ളത്. പരിഹാരം ചെയ്യേണ്ടത് അത് നിങ്ങൾ നേരിട്ട് തന്നെ ബന്ധപ്പെടുകയാണ് വേണ്ടത്. ഞാൻ തന്നെയാണ് പരിഹാരങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പരിഹാരത്തിലേ വിശ്വാസമുള്ളൂ. മറ്റുള്ള പരിഹാരത്തിൽ എനിക്ക് വിശ്വാസം പോരാ. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ വരാം, കാണാം, എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാം. അത് കാരണം ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച കല്യാണത്തിൻ്റെ സമയം ഇത് തന്നെയാണ്. രാഹുദശയിൽ ശുക്രാപഹാരം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ് സമയം. പക്ഷേ ഈ ജാതകത്തിൽ തടസ്സങ്ങളുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ കണ്ടകശനിയും കൂടി ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കാൻ പറയണം. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറയണം. വാഹനം 2 വീലറൊക്കെ ഓടിക്കുന്നുണ്ടല്ലോ, മഴയത്തൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കാൻ പറയണം. സ്ലിപ്പാവുക, സ്കിഡാവുക എന്ന് പറയും. അത് സ്കിഡായി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോയിട്ട് പിന്നെ പ്രശ്നമാവും. അപ്പോൾ അത് അത്തരത്തിലുള്ള സമയമാണെന്ന് മകനോട് പ്രത്യേകം പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി. നിങ്ങൾ മകനുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ ബന്ധപ്പെടൂ. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ഗ്രഹങ്ങൾ പിഴക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചില ആളുകൾക്ക് കാര്യങ്ങൾ നടക്കാതെ വരിക, മറ്റു ചിലർക്ക് അവിചാരിതമായ ഓരോരോ പ്രശ്നങ്ങൾ വരിക, അത് ചിലർക്ക്
അവരുടെ ഈശ്വരാനുഗ്രഹം പോലെ ചെറിയ മട്ടിൽ അങ്ങോട്ട് പോകും. ചിലർക്കത് കൂടുതൽ അനുഭവിക്കേണ്ടി വരും. അത് ആ ജാതകത്തിൻ്റെ ശക്തി പോലെയാണ്. ചിലർക്കത് എന്താണ് നമ്മൾ ഇത് തന്നെ പണ്ടേ പറയുന്ന ആ വാക്ക് തന്നെ, കണ്ണിന് വരേണ്ടത് പെരുകത്തിനങ്ങ് പോകും. പക്ഷെ ചിലർക്ക് കണ്ണ് തന്നെ അടിച്ചു പോകും. അത് സ്വന്തം ജീവിതം കൊണ്ടും മനസ്സിലാക്കി കുറേ പ്രായം എത്തുമ്പോൾ എല്ലാവർക്കും അവരവർക്കും ഇത് ജ്യോതിഷവും ശ്രദ്ധിക്കുകയും കുറച്ചൊരു 19 വയസ്സൊക്കെ എത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഓരോരോ പീരീഡിൽ എന്ത് സംഭവിച്ചു, ആ കാലഘട്ടത്തിൽ എനിക്ക് എന്തായിരുന്നു എൻ്റെ സമയം. അത് നല്ലൊരു ജ്യോതിഷിയായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അനുഭവപ്പെടും. അങ്ങനെയാണ് ഞാനൊക്കെ പലരെയും ജ്യോതിഷ വിശ്വാസികളാക്കി മാറ്റുന്നത്. അതായത് അവരോട് കഴിഞ്ഞു പോയ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സംഭവങ്ങൾ നടന്നിട്ടില്ലേ, നിങ്ങളന്ന് പിന്നെ നിങ്ങൾക്ക് ദുബായിൽ ജോലി കിട്ടിയത് ഈ സമയത്തല്ലേ, അത് നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങൾ നട്ടം തിരിഞ്ഞ് നാട്ടിൽ വന്നിട്ടില്ലേ, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടാവും എൻ്റെ വക. അതൊക്കെ അയാൾ എസ് 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒടുക്കം അയാൾ എൻ്റെ ഭക്തനായി മാറും. അങ്ങനെയാണ് ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ, അതാണ് ഇത് കലികാലമാണ്. അവരെ കഴിഞ്ഞ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ച് അവരുടെ വിശ്വാസം നേടണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴെന്താണ് നടക്കുന്നത് അതും പറഞ്ഞു കൊടുക്കണം. ഇത് രണ്ടും ശരിയായി കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയാണ് വരിക, നാളെ നിങ്ങൾക്ക് ഇന്നേതാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അയാളതനുസരിക്കും നമ്മളെ. അയാൾക്ക് നമ്മളിൽ പൂർണ്ണമായിട്ട് അതേസമയം നമ്മൾ കഴിഞ്ഞു പോയതും ഭൂതവും വർത്തമാനവും പറയുന്ന, ഭൂതകാലം പറയുന്നു, അത് എല്ലാം തെറ്റുന്നു. വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ത്, പ്രസൻറ്റ് കണ്ടീഷൻ എന്ത് എന്ന് നമ്മൾ പറയുന്നു. അത് മുഴുവൻ പാളിപ്പോകുന്നെന്ന് കൂട്ടുക. സ്വാഭാവികമായിട്ടും അയാൾ നമ്മളുടെ ഭാവി പ്രവചനത്തിന് അയാൾ ചെവി കൊടുക്കുകയില്ല. ഇയാൾക്കൊന്നും അറിയില്ല. ഇയാൾ വെറുതെ ഇങ്ങനെ ആളെ മെനക്കെടുത്താൻ വേണ്ടി, പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണെന്ന് അയാൾ കണക്ക് കൂട്ടും. അയാളെ തെറ്റ് പറയാൻ പറ്റില്ല. അത്തരം ജ്യോതിഷികളാണ് പിന്നെ ബോർഡ് എടുത്തിട്ട് മറ്റ് സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നത്. അത്തരം ജ്യോതിഷികൾ ഇങ്ങനെ മാറി മാറി പോകേണ്ടി വരും. കാരണം ഒരിക്കൽ പോയവൻ പിന്നെ അവിടെ പോവില്ല. ഞാനൊക്കെ 27 കൊല്ലമായിട്ട് തലശ്ശേരി തന്നെ ഒറ്റ നിപ്പ, 28ാമത്തെ വർഷമായത്. തലശ്ശേരി വന്നു, ജ്യോതിഷം തുടങ്ങി, വേറെ എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ. കഴിവില്ലെങ്കിൽ കൂത്തുറമ്പിലേക്ക് പോവും, അല്ലെ കണ്ണൂരേക്ക് പോവും, വടകരക്ക് പോവും, ഇങ്ങനെ മാറി 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 അങ്ങനെ കൊല്ലത്തെത്തും. അതാ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ജ്യോതിഷികളെ. അതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് ആ ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടും പഠനമില്ലാത്തത് കൊണ്ടും. രണ്ടും പഠിച്ചാൽ മാത്രം പോരാ, കൈകാര്യം ചെയ്യാൻ വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. പ്രാക്ടിക്കൽ ജ്യോതിഷം വേറെയാണ്, അതിൽ മനഃശാസ്ത്രം പ്രധാനമാണ്. സൈക്കോളജി അറിയാത്തവന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം, അത് ജ്യോതിഷത്തിനും ബാധകമാണ്. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കടമ്പൂര്. പറഞ്ഞോളൂ, പറയൂ, ഡേറ്റ് പറയൂ. 23 ശരി 12 1994. സമയം പറയൂ. 7:08 രാവിലെ. മകനക്ഷത്രം. മകൻ. എന്താണ് അറിയേണ്ട വിഷയം പറയൂ. ഹലോ, കല്യാണം നോക്കിയാ അറിയോ? കല്യാണം നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോരെ. ഈ സൂര്യദശയൊന്ന് തീരട്ടെ. സൂര്യൻ 25 12ാം മാസം തീരും. ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഈ വർഷം തീരും. അതിനുശേഷം നോക്കിക്കോളൂ. ചന്ദ്രദശയാണ് കല്യാണത്തിന് ഉത്തമം. ഈ സൂര്യൻ്റെ കുറേ കാലം പെണ്ണ് കാണാൻ പോയിട്ട് ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ സൂര്യൻ്റെ ദശ കഴിഞ്ഞാലാണ്, ചന്ദ്രദശയിലാണ് കല്യാണം നടക്കുക. അപ്പോൾ ആ സമയം മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചൊരു
പുരോഗതിയും ആ സമയത്ത് വരും. ആ ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്ത് ജോലിയാണ്? JCB എല്ലാം കുറെ 11 വണ്ടി നോക്കുന്ന ആളാ. ഓ 11 വണ്ടി JCBന്റെ മേസ്രിയാണ്. 11 വണ്ടി നോക്കുന്നുണ്ട്. മാമന്റെ വണ്ടി ഞാനാ നോക്കുന്നത്. അതെ അതെ, അത് മേസ്രി അല്ലേ? മാമൻ്റെ വണ്ടി നിങ്ങൾ മേസ്രി, അങ്ങനെയാണല്ലോ അതിൻ്റെ. അപ്പം നിങ്ങൾ നോക്കി നടത്തുന്നയാളെ മേസ്രി എന്നല്ലേ പറയുക. പഴയ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. നല്ല മാനേജർ അങ്ങനെ പറയാം. കറക്റ്റ്. ആയിക്കോട്ടെ. ഞാൻ കുറച്ച് പഴഞ്ചനല്ലേ മാനേജർ. അപ്പം മാനേജറെ അത് 11 JCBന്റെ മാനേജറാണെങ്കിൽ ഒരു സല്യൂട്ട് തരുന്നു. എന്താ കുറേ പേർക്ക് പണിയെല്ലാം കൊടുക്കുന്നില്ലേ മാനേജർക്ക്? അതിന് കണക്കായിട്ട് അളിയനാ ആരാണ് മുതലാളി? ആരാണ്? മാവൻ തരുന്നുണ്ടോ മര്യാദക്ക്? അപ്പോൾ ഇവിടെ ശശിമംഗള യോഗ അപ്പോൾ ഇപ്പം ചെറിയ മട്ടിലൊരു മുതലാളിയാണ് മാനേജർ അല്ലേ? കൊള്ളാം. മാമൻ ഏതായാലും നന്നായി വരട്ടെ. അപ്പോൾ ഏതായാലും തൊഴിൽ ആൾ മിടുക്കനാണെന്ന് കാണുന്നുണ്ട്. അതിൽ കുറച്ചുകൂടി കൂടുതൽ പുരോഗതിയിലേക്ക് ഈ ചന്ദ്രദശയിലാണ് വരിക. അല്ല, അത് പിന്നെ മൊത്തത്തിൽ ഇപ്പം എല്ലാവർക്കും JCBക്കാർക്ക് മൊത്തം പണി കുറവില്ലേ? അതിപ്പോൾ ഒരു നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. ഇതിപ്പോൾ ഓഫ് സീസണല്ലേ? കർക്കിടക മാസം പൊതുവേ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ കുറച്ചൊരു മോശമല്ലേ? അത് കഴിഞ്ഞിട്ട് ചിങ്ങം മുതൽ അങ്ങോട്ട് മഴ പുറകോട്ട് മാറുമ്പോൾ എല്ലാവരും വന്നുകൊള്ളും, പണി വീണ്ടും നടക്കും. അതൊന്നും അത് നിങ്ങളുടെ മാത്രം കാര്യമല്ലല്ലോ. പിന്നെ അല്ല, അത് ലോകത്തിന് വരുന്ന പലതരത്തിലുള്ള മാറ്റങ്ങൾ അത് വേറെ. ഇപ്പോൾ JCBക്കൊന്നും പണിയില്ലാതായി പോകുന്നില്ല. അത് പിന്നെ നിങ്ങളുടെ സമയം വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത്. മാമൻ്റെ സമയം എനിക്കറിയില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മുതലാളി മാമനാണല്ലോ, മരുമകനായി നിങ്ങൾ മാനേജറല്ലേ. അപ്പം മാമന് ആകെ പിഴച്ചു കിടക്കുന്ന സമയമാണെങ്കിലോ നിങ്ങളുടെ സമയം ഇനി സൂപ്പറാകാൻ പോകുന്നു. അന്നേരം നിങ്ങൾ ഒരു സ്വന്തം നിലയിലും എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നടക്കും. അതേപോലെ കല്യാണം നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് കല്യാണം നടക്കും. കൂടുതൽ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ കുറച്ചുകൂടി ശക്തി പ്രാപിക്കുന്ന പരിപാടി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ധനപരമായ വർധനവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. ഇവിടെ നിങ്ങളുടെ വ്യാഴം പിഴച്ച ജാതകക്കാരനാണ് നിങ്ങൾ. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ഇതേപോലെയുള്ള രത്നക്കല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ട് ഇങ്ങനെ ഒറ്റാൻ തടിക്കാരനല്ലേ, പണത്തിനൊന്നും വിഷമമില്ലല്ലോ, 11 വണ്ടിയുടെ മാനേജറല്ലേ. അതുകൊണ്ട് അത് വന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് പോകാൻ അത് നല്ലതാണ്. നിങ്ങൾ ആലോചിച്ചിട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കൂ. കടമ്പൂരൊക്കെ ദൈവവിശ്വാസികളല്ലേ. കടമ്പൂരൊക്കെ സുഖമില്ലാന്ന് തോന്നുന്നില്ലേ? മഴ പിടിച്ചിട്ടുണ്ട് അല്ലേ? തണുപ്പ് പിടിച്ചിട്ടാകെ വിഷമത്തില്ല അല്ലേ? അപ്പം മാനേജർക്ക് ഇങ്ങനെ എന്നെ വന്ന് കാണാം, കുഴപ്പമൊന്നുമില്ല. നല്ല പിന്നെ ജാതകമാണ്, വളരെയേറെ പിന്നെ പുരോഗതിയുള്ള ഒരുത്തൻ്റെ ജാതകമാണ്. നല്ല നല്ല യോഗങ്ങളുള്ളവനാണ്. എല്ലാം കൊണ്ടും നന്നായി വരും. ഓക്കെ, ഈ പറയുന്ന ഈ വർഷം കഴിഞ്ഞിട്ട് പെണ്ണ് അന്വേഷിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് 11 JCBയുടെ മാനേജറുമായിട്ട് ഞാൻ പണ്ടത്തെ കണക്കിന് ഞാൻ മേസ്രി എന്ന് പറഞ്ഞു. കാലം മാറിപ്പോയില്ലേ, ഇപ്പോൾ മാനേജറല്ലേ. നമ്മളെ ആ ഒരു ഇതെന്തായാലും വരുമല്ലോ അബദ്ധം. ഈ പുതിയ കാലത്തിൽ മേസ്രിയും മാനേജറും ഒന്ന് തന്നെയാണ്. സംഗതിയാ, അത് ഭാഷയുടെ വ്യത്യാസം മാത്രമാണ്. പുള്ളിയും ആകെ കൺഫ്യൂഷനായി. എടാ ഞാൻ മേസ്രിയോ, ഞാൻ മാനേജറല്ലേ. ഞാനും ആകെ പിന്നെയാണ് ഞാനും ഇതാവുന്നത്. ഉടനെ ഞാൻ ഫ്ലൈറ്റ് മാറ്റി. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അതാണ് കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ വരുത്തണമെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മളെ ആ വാക്കുകൾക്ക് രണ്ടും ഒരേ ഇതാണെങ്കിലും അതിനെ ഈ പുതിയ കാലത്തെ പുതിയ ഭാഷ നമ്മൾ ഉപയോഗിക്കണം. ഒരു 40 കൊല്ലം മുമ്പേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ, അല്ലെ 30 കൊല്ലം മുമ്പ് വരെ പറഞ്ഞാൽ ഒരു കുഴപ്പവും കേൾക്കുന്ന ആൾക്കില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. പിന്നെ ഈ
അത് നമ്മൾ നിത്യജീവിതത്തിലും നമ്മളിപ്പോൾ ഈ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെയും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കാലത്തിന് വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെ, ലോകത്തിൽ വരുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെ, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരു വ്യക്തിക്ക് ഇപ്പോഴും ഈ എന്താണ് ഈ ഞെക്ക് ഫോൺ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരുത്തന്നെ ഇതിനിടെ ഈ ഞെക്ക് ഫോൺ ഉപയോഗിക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താണ്, എനിക്ക് ഒന്നും അറിയില്ല, എന്തോ ഒന്നും ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. അതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ല ഇതെന്താ ഇത്ര വലിയ അറിയാനിരിക്കുന്നത്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോന്നറിയില്ല, അതങ്ങോട്ട് ശരിയാവുന്നില്ല, എവിടെയൊക്കെയോ പോകുന്നു കോള്, എന്തൊക്കെയോ ആയി പോകുന്നു. ഞാൻ പിന്നെ അത് മക്കൾക്ക് കൊടുത്തു ഫോണ്, ഞാൻ ഞെക്കിലേക്ക് തന്നെ മാറി. ഇതാവുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, വിളിച്ചാൽ മതിയല്ലോ. എന്താണ് അവനോട് പറയേണ്ടത്? ഒന്നിച്ച് പഠിച്ചവനാണ് അവന് ഞാൻ അത് മനസ്സിലാക്കുന്നത് അവൻ്റെ കുറ്റമല്ല, അത് അവന് അപ്ഡേഷൻ വരുത്താനുള്ള കഴിവില്ലായ്മ, തന്നെ നവീകരിക്കുക ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്. അത് ചെയ്യാതെ വ്യക്തിക്ക് അയാളാണ് പഴഞ്ചൻ. അയാളെ ഈ സമൂഹം അത്തരം വ്യക്തികളെ കാണുന്നത് വേറൊരു കണ്ണിലൂട്ടിയായിരിക്കും. പ്രത്യേകിച്ചിട്ടും ന്യൂജൻ എന്ന് പറയുന്ന ആ വകുപ്പുണ്ടല്ലോ, കാരനോർ ഞെക്ക് ഫോണും പിടിച്ചിട്ട് നടക്കുമ്പോൾ ഈ ന്യൂജൻ ചെക്കന് മനസ്സിലാവും ഇതൊരു വകതിരിവില്ലാതെ കാരനോറാണ്, ഇക്കാരനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേഗം മാറിക്കളയാം എന്ന് വിചാരിച്ചിട്ട് ന്യൂജൻ പിള്ളേർ ഓടി മാറും. അതാണ്, അത് വാസ്തുതയാണത്. ഞാനൊക്കെ ചെറുപ്പക്കാരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഒരു പരിധിവരെ ചെറുപ്പം മനസ്സിനെ നിലനിർത്താനും അതാവശ്യമാണ്. നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിനും ചെറുപ്പം വരിക. ഈ ഞെക്ക് ഫോൺ പിടിച്ച് നടക്കുന്ന ആളാണെങ്കിൽ ചെറുപ്പക്കാർ നമ്മളെ മൈൻഡാക്കില്ല എന്ന് മാത്രമല്ല, അയാളുടെ ആ ഫോണിൽ കൂടെ കിട്ടുന്ന 108 അറിവുകളുണ്ടല്ലോ, ഇതൊന്നും ചെറുപ്പക്കാരനുമായിട്ട് ഷെയർ ചെയ്യാനും ഈ ഞെക്ക് ഫോണുകാരന് സാധിക്കില്ല. അതാണ് വിഷയം. അവിടെയാണ് ജനറേഷൻ ഗ്യാപ്പ് വല്ലാതെ വരുന്നതും. രണ്ട് അറ്റത്തേക്ക് ഒരേ വീട്ടിൽ തന്നെ അച്ഛനും മോനൊക്കെ ആണെങ്കിൽ അവിടെ വലിയ രൂപത്തിലുള്ള മകൻ്റെ ഇനി വേവ് ലെങ്ത് എന്ന് പറയും, തരംഗദൈർഘ്യം മലയാളത്തിൽ. ആ തരംഗദൈർഘ്യം അവർ തമ്മിൽ ഒരിക്കലും ശരിയാവില്ല. അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അച്ഛനോ മനസ്സിലാവില്ല. അവിടെ ചിലപ്പോൾ വഴക്കും പക്കാണവും വരെ വന്നേക്കും. അതാണ്, അത് ആരും പറഞ്ഞിട്ട് കുറ്റമല്ല, മകൻ്റെ കുറ്റമല്ല, അച്ഛൻ്റെ കുറ്റമല്ല. അതാണ് നിവൃത്തികേട് എന്ന് പറയുന്നില്ലേ, അതാണ് വല്ലാത്തൊരു നിവൃത്തികേടാണത് പച്ച മലയാളത്തിൽ. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തർമെന്ന്. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 20/11/95. ആ ടി വിയുടെ വോളിയം കുറക്കൂ. 20/11/95. സമയം പറയൂ. 10:07 AM. ആ, ചിത്ര നക്ഷത്രം. ആരുടേതാണ്? മകളുടെ. എന്താണ് മകളെ കുറിച്ച് അറിയേണ്ട വിഷയം പറയൂ. ജോലിയുടെ വീട് എടുക്കാനുണ്ടോ? അല്ല, ജോലി ഇപ്പം ചെയ്യുന്നില്ലേ? ഇല്ല, ജോലി ചെയ്യുന്നില്ല. ബിഎഡ് കഴിഞ്ഞു. ഇന്ന് വരെ ജോലി ശരിയായില്ലേ? ശരിയായില്ല. വ്യാഴദശയാണല്ലോ നടക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ശുക്രൻ്റെ അപഹാരവുമാണ്, ഏറ്റവും നല്ല സമയവുമാണ്. അല്ല, ഇത് PSC ആണോ നോക്കുന്നത് അതോ നിങ്ങൾ പ്രൈവറ്റിൽ ഏതെങ്കിലും നോക്കുന്നുണ്ടോ? PSC നോക്കുന്നത്. PSCക്ക് പോക്കുണ്ട്. ആ, ഈ ശുക്രാപഹാരം ഏറ്റവും അനുകൂലമാണ്. 2027 10-ാം മാസം വരെയുണ്ട്. 2 കൊല്ലം 4 മാസം ഏറ്റവും അനുകൂലമായ സമയമാണ്.
വ്യാഴദശയിൽ ശുക്രാപഹാരം. അതുകൊണ്ട് ഈ സമയം കുറച്ച് നന്നായിട്ട് ആഞ്ഞ് പിടിക്കാൻ പറയണം. കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. നന്നായിട്ട് ശ്രമിക്കട്ടെ. കാര്യങ്ങൾ എന്തായാലും ജാതകമൊക്കെ അതിനനുകൂലമാണ്. ഈ വ്യാഴദശയിൽ അത് നടക്കും. വ്യാഴദശാകാലം ഇവിടെ 2033 വരെ ഉണ്ട്. ആ 33-ലടക്ക് കാര്യങ്ങൾ നന്നായിട്ട് വരട്ടെ. അതിനുവേണ്ടി നന്നായി ശ്രമിക്കാൻ പറയൂ. വീടൊക്കെ അതൊക്കെ നല്ല ജീവിത പങ്കാളി നല്ല ആള് തന്നെയല്ലേ? നല്ല ഉയർച്ചയുള്ള ആൾ തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവർ തമ്മിൽ നല്ല അടുപ്പവുമുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്തോളും. അതൊക്കെ അയാളുടെ ജാതകം വെച്ചിട്ടല്ലേ. ഇവിടെ ഈ കക്ഷിയുടെ ജാതകം വെച്ചിട്ട് ഇപ്പം വ്യാഴദശയിൽ വീടൊക്കെ വരുമെന്നുള്ള ഫലം പറയാം. നല്ല ഭർത്താവിനും നല്ല ജോലിയല്ലേ? മോശമില്ല എന്നാ, ഒട്ടും മോശമില്ല എന്നാ ഇവിടെ കാണുന്നത്. ഭർത്താവിനെ കൊണ്ട് നേട്ടം തന്നെയാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ കക്ഷിയുടെ ജോലിയും കൂടി നിങ്ങളുടെ മകളുടെ ജോലിയും കൂടി അങ്ങ് ശരിയായാൽ എല്ലാം കൂടി ഉത്തമമാവും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കാൻ പറയൂ. വ്യാഴത്തിന്റെ ദശയാകൊണ്ട് കിട്ടുമെന്നാണ് ഞാൻ ഫലം പറയുന്നത്. പിന്നെ ഭാഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ നേരിട്ട് വന്ന് കാണുക. ലേശം ഭാഗ്യത്തിന്റെ ഒരു ഹാനിയും ഉണ്ട് ഇവിടെ. അതിന് വേണ്ട പരിഹാരം ചെയ്യണമെങ്കിൽ നേരിട്ട് വരാം. ഈ കണ്ണിനൊന്നും പ്രയാസം പറയുന്നില്ലല്ലോ. കണ്ണിന്റെ എന്തെങ്കിലും പറയുന്നുണ്ടോ? കണ്ണിന് എന്തെങ്കിലും വരുന്നുണ്ട്, ശ്രദ്ധിക്കാൻ പറയണേ ജാതക പ്രകാരം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ വരുന്ന 24-ന് വ്യാഴാഴ്ചയാണ് പിതൃക്കളുടെ ബലി സമർപ്പണം നടത്തേണ്ടത്. അത് 2-3 തരത്തിലുണ്ട്. ഏറ്റവും നല്ലത് ഈ തിരുനെല്ലിയൊക്കെ പോകാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഉത്തമം. ഇല്ലെങ്കിൽ നദീ തീരങ്ങളിൽ ബലിതർപ്പണം നടത്താം. അതും പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഭവനത്തിൽ വെച്ച് ആ കർമ്മം അനുഷ്ഠിക്കാം. 23-നാണ് ഒരിക്കൽ എടുക്കേണ്ടത്. ഈ കർമ്മത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട്. പലരും വിചാരിക്കുന്നത് പോലെ അത് പിതൃക്കളുടെ മാത്രം വിഷയമല്ല, അത് ജീവിച്ചിരിക്കുന്നവരുടെ വിഷയവും കൂടിയാണ്. ഇത് അനുഷ്ഠിക്കാത്തവർക്ക് പല തടസ്സങ്ങളും വരുന്നതായിട്ട്, പ്രത്യേകിച്ചിട്ടും പിതൃക്കൾ എന്ന് പറഞ്ഞാൽ പരേതാത്മാക്കൾ. നമ്മൾ ചെയ്യുന്ന കർമ്മം 7 തലമുറക്കായിട്ട് വിശ്വാസം. പക്ഷെ അതുകൊണ്ടാണ് ഒരാൾ അയാളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടതിന് ശേഷം മാത്രമേ ഇതിന് ഉത്തരവാദിയാവുന്നുള്ളൂ എന്ന് പറയുന്നത്. ഈ മുത്തച്ഛനൊക്കെ ബലിയിടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അതൊന്നും ആവശ്യമില്ല. അച്ഛൻ ബലി വെക്കുന്നത് ഇപ്പം ഞാൻ ബലിതർപ്പണം നടത്തുന്നത് എൻ്റെ 7 തലമുറക്കാണ്, മരിച്ചുപോയ എൻ്റെ അച്ഛൻ മുതൽ 7 തലമുറക്ക്. അപ്പോൾ എൻ്റെ മകൻ ഞാൻ ജീവിച്ചിരിക്കെ എൻ്റെ മകൻ അത് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ഇരിക്കപ്പണ്ടം വെക്കുന്ന പോലത്തെ പരിപാടിയാണ്. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം. ഈ 41-നും അല്ലെങ്കിൽ 16-ന് ഒരാൾ ഭവനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ ആളുടെ 12-ാം തീയതി ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവരുണ്ട്, 16-ന് ചെയ്യുന്നവരുണ്ട്. അത് ഓരോ സമുദായത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. മൂകാംബികയിലൊക്കെ 10 ദിവസമാണ്. അത് ഓരോരോ ആൾക്കാരുടെ ഓരോ നാട്ടിനും ഓരോരോ സമുദായത്തിനൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് ഈ പറയുന്ന മറ്റുള്ളവരൊക്കെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ പുല തീരുന്ന ദിവസം ഉരുട്ടിക്കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ കർക്കിടകത്തിനുള്ള പരിപാടി അച്ഛൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ മകൻ ചെയ്യേണ്ട കാര്യമില്ല.
കാരണം അച്ഛൻ 7 തലമുറക്കുള്ള കാര്യമാണ് അച്ഛൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ആ കർമ്മം ചെയ്യേണ്ടത് എൻ്റെ അച്ഛൻ്റെ ആവശ്യമല്ല, എൻ്റെ ആവശ്യമാണ്. അത് പലർക്കും അറിയില്ല. അവിടെയാണ് ഇതിൻ്റെ കൺഫ്യൂഷൻ വരുന്നത്. അതെന്താണെന്നൊന്നും കൂടുതൽ ചോദിക്കണ്ട. എന്തോ കണ്ടുവരുത്തനാണല്ലോ, അത് നിങ്ങൾക്കറിയാലോ. കുറച്ചെന്തോ കണ്ടിട്ടുണ്ട്. ചില ആളെ കൊണ്ട് പറയുന്ന പോലെ അട്ടയുടെ കണ്ണൊന്നും കണ്ടിട്ടില്ല. ചില ആളെ കൊണ്ട് പറയില്ലേ അട്ടയുടെ കണ്ണ് കണ്ടവനാന്ന് പറയില്ലേ, അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ കുറച്ചെന്തോ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാലോ. അങ്ങനെ കണ്ടൊരുത്തം പറയുമ്പോൾ അതൊന്ന് ചെറിയവനാണെങ്കിലും നല്ല കാര്യമാണ് പറയുന്നതിൻ്റെ ചവിട്ട് പോകണം, അങ്ങനെയാണ് പറയുക. ഞാൻ ചെറിയവനാണപ്പാ, പക്ഷേ ഞാൻ പറയുന്ന കാര്യം ചവിട്ട് പോകണം, അല്ലേ മോശ. അത് പറഞ്ഞില്ലെന്ന് വേണ്ട, അത് ടി വിയിലിരുന്ന് പറയുന്ന ആണ്, അതുകൊണ്ടൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നൊന്നും വിചാരിക്കരുത്. സംഭവം നമുക്കാണ് ആവശ്യം. അത് കഴിഞ്ഞ കൊല്ലം വരെ ചെയ്തില്ലെങ്കിൽ ഈ കൊല്ലം ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്താണ് വ്യത്യാസം? ഓരോന്നും നമ്മളെ ജീവിതം തന്നെ പരീക്ഷണമല്ലേ. അതാണല്ലോ, നമ്മളൊന്ന് പരീക്ഷിച്ചിട്ടെങ്കിലും നോക്കാലോ. അതിലൊന്നും വിശ്വാസമില്ലാത്ത വ്യക്തികളോടെയാണ് ഞാൻ പറയുന്നത്. അതിൽ വിശ്വാസമില്ലെങ്കിൽ ശരി, ഒരു പരീക്ഷണാർത്ഥം നമ്മളെ ജീവിതം ഇങ്ങനെയാണല്ലോ, എന്താണ് ഈ ഹിന്ദുലാൽ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നാൽ പിന്നെ ഒന്ന് ചെയ്തേക്കാം. അങ്ങനെ പോയി ചെയ്യൂ. അങ്ങനെ ചെയ്തതിന് ശേഷം അടുത്ത കർക്കിടകത്തിനുള്ളിൽ എന്താണ് പോസിറ്റീവായിട്ട് വരുന്നത് എന്ന് സ്വയം മനസ്സിലാക്കൂ. അങ്ങനെ അല്ലാത്ത വ്യക്തി പരാജയപ്പെട്ടു പോകും. എല്ലാത്തിനോടും മുഖം തിരിയുക എന്നുള്ളൊരു പ്രവണത ശരിയല്ല. വലിയ പണ്ഡിതനായ ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അയാളിപ്പോൾ അനാഥാലയത്തിലാണ്. അയാളുടെ അച്ഛൻ മരിച്ചിട്ട് 40 കൊല്ലമായി. 40 കൊല്ലമായിട്ട് അയാൾ ബലി വെച്ചിട്ടില്ല. എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. അയാൾ 2 MA ഉള്ളവനാണ്. എത്ര? അന്നത്തെ കാലത്ത് 2 MA, മാസ്റ്റർ ഡിഗ്രി 2 വിഷയത്തിൽ. എന്നിട്ടാണ് ഇന്ന് ഈ പതനത്തിലെത്തിയിരിക്കുന്നത്. അയാൾ കുടുംബക്ഷേത്രത്തിൽ പോവില്ല. കുടുംബക്ഷേത്രത്തിൽ ഇന്ന് വരെ അയാൾക്കിതിലൊന്നും വിശ്വാസമില്ല. അയാൾ കുടുംബക്ഷേത്രത്തിൽ കയറില്ല. അയാൾ പിതൃക്കൾക്ക് ബലിയും വെക്കില്ല. അനാഥാലയത്തിലെത്തി. അതാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണ് എൻ്റെയൊക്കെ അറിവുകൾ കോൺക്രീറ്റ് ആയത്. അന്നേരം ചോദിക്കും അയാളെ മാത്രമാണോ? അല്ലല്ല, വേറെയും ഒരുപാട് പേരെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠനം നടത്തിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്, വായി തോന്നിയ പറയുന്നതല്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 5 കാര്യങ്ങളിൽ ഒന്നാണ്, അതിൽ തന്നെ ഏറ്റവും പരമപ്രാധാന്യത്തോടു കൂടി ആചാര്യന്മാരും ഋഷീശ്വരന്മാരും നമ്മളോട് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഒരു മനുഷ്യജന്മമാണെങ്കിൽ എന്ന് പറയുന്നത് ഈ പിതൃക്കളുടെ കർമ്മമാണ്. അത് കൃത്യമായ പഠനത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണത്തിലൂടെയും. അമേരിക്കയിൽ നിന്നൊക്കെ തെണ്ടി തിരിഞ്ഞു വന്ന ഒരുത്തൻ പോകാനേ പറ്റും. അമേരിക്കയിൽ റെസ്റ്റോറൻറ്റ് നടത്തിയതാണ്. എന്തായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിട്ട് നാട്ടിൽ വന്നു. എന്നെ കാണാൻ വന്നു. നിലവിളിയാണ്, നിലവിളി. എങ്ങനെയാണ് ഈ കോടികൾ പോയെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇന്ന് വരെ ഒന്നും ഒരു ഉരുള കൊടുത്തിട്ടില്ല അല്ലേ? ഇല്ലില്ല. അതെങ്ങനെ നിങ്ങൾ പറയുന്നു? നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞു, കൊടുത്തിട്ടില്ല അല്ലേ? കൊടുത്തണോ? ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെന്താ നായിനെ കുഴിച്ചിട്ട പോലെ കുഴിച്ചിടുകയാണോ? കത്തിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഉത്തരവാദിത്വമൊന്നുമില്ല. നിങ്ങൾ അമേരിക്കയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ആയി എന്ന് വിചാരിച്ചോ നിങ്ങൾ? ഞാൻ മിരട്ടിയ അയാളെ, സത്യമായിട്ട് മിരട്ടിയ അയാളെ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കളയും ചില സമയത്ത്. പിന്നെ ഈ സൗമ്യ സ്വഭാവമെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ പേടിപ്പിച്ച് കളയും.
എന്താ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് മിരട്ടി അയാൾ അമേരിക്ക കുടിച്ച പാല് വരെ അയാൾ വേർത്തുപോയി, അവിടുത്തെ വിസ്കിയും വേർത്തുപോയി എൻ്റെ പേടിപ്പിക്കൽ കണ്ടിട്ട്. അവസാനം ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അയാൾ ചെയ്തു, അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അയാൾ നടന്ന സംഭവം വലിയ കാലമൊന്നുമില്ല, കുറച്ച് കാലമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്നെ വിളിക്കാറുണ്ട്, അറിയോ, ഇപ്പോഴും അയാൾ എന്നെ വിളിക്കുന്നുണ്ട്. കാരണം ഞാൻ ആ തിരുനെല്ലിയിൽ ചെയ്യിച്ച കർമ്മങ്ങളൊക്കെ അയാൾക്കൊന്നും അറിയാതായിപ്പോയി. അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല, ആരും അയാൾക്കൊന്നും പറഞ്ഞു കൊടുത്തില്ല. അത് അയാളുടെ നിസ്സഹായ അവസ്ഥ. അയാൾ പിന്നെ അയാളൊക്കെ എൻ്റെ മുമ്പിൽ കരിയാണ് ചെയ്തത്. ഒന്നും അറിയാതെ പോയി എന്ന് പറഞ്ഞ് കരിയാണ് ചെയ്തത് ആ മനുഷ്യൻ. അപ്പോൾ എനിക്ക് തന്നെ പിന്നെ വല്ലാതായി, ഇത്ര മേരിട്ടുണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. ഏതായാലും ഇപ്പം നമ്മൾ സുഹൃത്തുക്കളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലൊക്കെ കാര്യമുണ്ട്. അതിനൊന്നും ആരും വിട്ടുവീഴ്ച ചെയ്യണ്ട, നന്നായി വരും അത് ചെയ്താൽ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ വിളിച്ചുകൊണ്ട് എന്നെ കാണാൻ വരാം. 9388504419 എന്നുള്ള ഈ നമ്പറിലാണ് ബുക്ക് ചെയ്യാനും അതേപോലെ ഓൺലൈനിൽ ഫലം അറിയാനും ഈ നമ്പർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് ഡേറ്റും ടൈമും വാട്സാപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഫലം അറിയാം. നേരിട്ട് വന്ന് അങ്ങനെയും ഫലം അറിയാം. പരിഹാരം ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യവുമുണ്ട്. ഒക്കെ നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഗുണം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.